ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സദ്യ സ്റ്റൈൽ ഒരു കൂട്ടുകറിയാണ് ഞാൻ വെക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. കൂട്ടുകറി ഇഷ്ടപ്പെടാതെ ആരും ഇന്നുണ്ടാവില്ല. അപ്പോൾ കൂട്ടുകറിക്കായി ചേനയും കായും ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ ഇത് മുറിച്ചിട്ടാൽ മതി. പിന്നെ വേണ്ടത് കടലയാണ്. കടല ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വയ്ക്കണം. അപ്പോൾ കൂട്ടുകറി ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ്. കടല ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേനയും പച്ചക്കായും കടലയും ഒരുമിച്ചാണ് ഞാൻ കുക്കറിൽ വേവിക്കുന്നത്. ഒരു 5 വിസിലൊക്കെ മതി. അപ്പോഴേക്കും ചേനയും കായും കടലയും ഒക്കെ വെന്തു വരും. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. വെള്ളവും ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അപ്പോൾ കുക്കറിലാണ് ഇന്നത്തെ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഒരു തേങ്ങയാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. തേങ്ങ നന്നായി വറുക്കുകയും കുറച്ച് ചതച്ചെടുക്കുകയും വേണം. കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും ഒരു 3-4 കറിവേപ്പിലയും ഇട്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. നന്നായി അരയേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് വറുത്തിടണം. സദ്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ കൂട്ടുകറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിൽ വറുത്ത് കോരണം. തേങ്ങ വറക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, കാരണം അധികം ചൂട് തട്ടരുത്, തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട നമ്മുടെ തേങ്ങ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ച ജീരകവും ചേർത്ത അരവ് ഞാൻ ഇതിലേക്ക് ചേർത്തു. അങ്ങനെ അത് തിളച്ചു വരുന്നുണ്ട്. അപ്പോൾ വറുത്ത് കോരിയ തേങ്ങയും കൂടി അതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ വറുക്കുന്നതിൻ്റെ കൂട്ടാണ് നമ്മുടെ കൂട്ടുകറിയിൽ മുന്നിട്ട് നിൽക്കുക. ഇനി അല്പം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഉഴുന്നും കൂടി പൊട്ടിക്കുക. പിന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് കറിവേപ്പിലയും ഇട്ട് കൂട്ടുകറിയിലേക്ക് ചേർക്കുക. ഒരു സദ്യ സ്റ്റൈൽ കൂട്ടുകറി തന്നെ നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റായിരിക്കും കൂട്ടുകറിക്ക്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, ബായ്.